സത്യത്തിൽ പി ടി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടും ആ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള, അതായത് ആ കുട്ടിയെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്കെതിരെ തീർച്ചയായിട്ടും വിധി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായ സമയമാണ്. അതായത് പലരും ആ സമയത്ത് മൊഴി മാറ്റി പറയുന്ന രീതിയിലേക്ക് വരുന്നു. പക്ഷേ അന്നും കൃത്യമായിട്ടുള്ളൊരു നിലപാടിൽ ഉറച്ചു നിന്ന ആളുകൂടിയാണ് പി ടി. സത്യമാണ്. അന്നത്തെ ദിവസം തൊട്ട് ഓർക്കുകയാണെങ്കിൽ പി ടി അന്ന് അസ്വസ്ഥനായിരുന്നത് സ്വന്തം മകൾക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വിഷമം ഉണ്ടാവുമോ. ഒരു പിതാവിൻ്റെ വേദനയോടെ പി ടി അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് കൃത്യം ഓർക്കുകയാണ്. മാത്രമല്ല ആ കുട്ടിക്ക് പ്രചോദനം കൊടുത്ത് നിർബന്ധമായിട്ടും നാളെകളിൽ ഒരാൾക്കും ഇതുപോലുള്ളൊരനുഭവം ഉണ്ടാവാൻ പാടില്ല. ഈ ഫീൽഡിൽ ഇതിപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു മുന്നിൽ വന്ന് ഇതിനെതിരെ പോരാടാൻ ഒരാൾ വന്നിട്ടില്ല. അതുകൊണ്ട് മോളങ്ങനെ ചെയ്യരുത്, ഇതിനെതിരെ സത്യം എന്തായാലും ജയിക്കും എന്നുള്ളൊരു ധൈര്യം കൊടുത്ത് പി ടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഐ ജിയെ വിളിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ഈ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ കുട്ടി പറയുകയും ചെയ്തത്. പങ്കിടുമ്പോഴൊക്കെ ഉറപ്പായിട്ട് സത്യം പുറത്തു വരും എന്നുള്ള പി ടിയുടെ വിശ്വാസം തന്നെയാണ്. അതിനുശേഷം മൊഴി കൊടുക്കുമ്പോഴാണെങ്കിൽ പി ടി 3 ദിവസങ്ങളിലായിട്ട് ഇവിടെ പോയി മൊഴി കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുകയില്ല. ഒരുപക്ഷെ പി ടിയോടുള്ള സ്നേഹം കൊണ്ട് പി ടി ഒരപകടത്തിൽ പെടണ്ട എന്നോ അല്ലെങ്കിൽ പി ടി സൈഡ് ലൈൻ ചെയ്യപ്പെടരുതെന്നോ അല്ലെങ്കിൽ പി ടിക്കെതിരെ ഒരു നീക്കം എന്തെങ്കിലും ഉണ്ടാവണ്ട എന്നെല്ലാം വിചാരിച്ചിട്ടാവും പലരും മൊഴി കൊടുക്കരുത് എന്ന് വരെ പറഞ്ഞവരുണ്ട്. പക്ഷേ പി ടി അന്ന് പറഞ്ഞ ഒരു ഉത്തരം ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ്. ഞാൻ ഒട്ടും കൂട്ടി പറയാൻ തയ്യാറില്ല, പക്ഷേ കുറച്ചൊട്ടും പറയാനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത്. കൂട്ടി പറയാതിരിക്കുകയും കുറച്ച് പറയാതിരിക്കുകയും ആക്ച്വലായിട്ടുള്ളത് എന്ത് നടന്നാലും അത് ഞാൻ പറഞ്ഞിരിക്കും, എനിക്ക് അറിവുള്ളതെല്ലാം പറഞ്ഞിരിക്കുമെന്ന് പി ടി മൊഴി കൊടുക്കുമ്പോൾ തന്നെ അത് നിയമസഭയല്ല, ഇത് പ്രസംഗിക്കേണ്ട സ്ഥലമല്ല എന്നൊക്കെ ക്രോസ് വിസ്താരത്തിനിടയ്ക്ക് സംസാരിച്ചിരുന്നു എന്ന് പി ടിയെ സംസാരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളതൊക്കെ എനിക്കറിയാം. പി ടിയെ സംസാരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടന്നത് ഏത് ഭാഗത്ത് നിന്ന് പിന്നീടും പറഞ്ഞിട്ടില്ലല്ലോ. സിനിമാ മേഖലയിൽ നിന്നൊക്കെയാണോ, രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെയാണോ? എല്ലാ രീതിയിലും ഞാൻ പി ടിയെ സ്നേഹിക്കുന്നവർ തന്നെ ആയിരിക്കും. പി ടി ഒരു അപകടത്തിൽ പെടണ്ട എന്നുള്ള രീതിയിൽ പി ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. നമ്മൾക്കറിയാം അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ ഒരനുഭവം, പി ടിയുടെ 4 നമ്മളുടെ കാറ് സർവീസ് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ദിവസം വണ്ടി ഓടിയതാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം ബൈപ്പാസിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു യാത്രക്കാരൻ ബസ് കാത്ത് നിന്നയാളാണ് പെട്ടെന്ന് കൊടനിവർത്തി നീട്ടി കാണിച്ച് കാറ് പൊളയുന്നുണ്ടെന്ന് അറിയിക്കുകയും നോക്കിക്കഴിഞ്ഞപ്പോൾ 4 ബോൾട്ടും ഇളകിയിരിക്കുകയായിരുന്നു, 4 ടയറിൻ്റെയും. അപ്പോൾ ഒരു അപകടപ്പെടുത്താനുള്ള നീക്കമെന്ന ആശങ്ക അന്ന് വീട്ടിൽ പങ്കുവച്ചിരുന്നല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ സംശയിച്ചിരുന്നത്. അതായിരിക്കാം എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഉറപ്പാവാത്ത കാര്യങ്ങളൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല. മേ ബി അങ്ങനെ ആവാം. എന്തെന്ന് വെച്ചാൽ സർവീസ് കഴിഞ്ഞ ഒരു വണ്ടി ഒരിക്കലും അങ്ങനെ വരില്ല. അത് ഡബിൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ടൊയോട്ടയിലെ ആളുകളെല്ലാവരും ഓഫീസേഴ്സ് ഉൾപ്പെടെ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും അവർക്കവിടെ എല്ലാ രീതിയിലും ചെക്കിംഗ് ഒക്കെ നടന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള സൈനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരെ പോയി ചോദ്യം ചെയ്യാനും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല എന്ന് ഏകദേശം അറിയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആരെങ്കിലും അങ്ങനെയുള്ള ശ്രമം നടത്തിയിരുന്നു. ഒരുപക്ഷെ ഇത് അങ്ങനെ വരരുത് എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ അവസാനത്തെ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു. അപ്പോൾ നടി എന്നോട് ഷെയർ ചെയ്തത്, ചേച്ചി എനിക്കറിയില്ല,
പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. സത്യത്തിൽ ഇന്ന് എനിക്ക് കണ്ണ് തുറന്നപ്പോൾ തന്നെ ആ ടെൻഷൻ തന്നെയാണ് ഉണ്ടായത്. ഞാൻ ഓടിപ്പോയി അമ്പലത്തിലൊന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് പെട്ടെന്ന് റെഡിയായത്. ദൈവം എന്തായാലും കൂടെ നിൽക്കാതിരിക്കില്ല, ദൈവം കൂടെ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ഒരു വിധി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സത്യത്തിൽ സംശയമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാനമായിട്ട് നമുക്ക് പല കാര്യങ്ങളും നോക്കുമ്പോൾ ഇപ്പോൾ ലാവ്ലിൻ കേസിൻ്റെ കാര്യം തന്നെ എടുക്കാം. 41 പ്രാവശ്യം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് വിധി വരും എന്ന് നമ്മൾ പറയുമ്പോൾ വിധി വരുമോ എന്ന് തന്നെ എനിക്കൊരാശങ്കയാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത്, വന്നാൽ തന്നെയും ആർക്കൊക്കെ എതിരെ കുറ്റം ആരോപിക്കപ്പെടും, അതിൽ നിന്ന് പലരും തടിതപ്പോ എന്നുള്ള സംശയമൊക്കെ എനിക്കുണ്ട്. ആശങ്കയുണ്ട്. ജുഡീഷ്യറിയെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആശങ്ക അകലുമായിരിക്കാം എന്ന് ഒരു പ്രതീക്ഷയാണ്. അതെനിക്ക് ഒരു 50-50 ചാൻസേ പറയാൻ പറ്റുന്നുള്ളൂ. അനുകൂലമായിട്ട് വന്നാൽ നമ്മൾക്ക് സത്യം ജയിച്ചു എന്ന് പറയാം. വലിയ ടെൻഷനാണ്. ഇത് കൃത്യമായിട്ട് വരുമോ എന്നറിയില്ല ചേച്ചി, ചിലപ്പം വന്നേക്കുമല്ലേ, അങ്ങനെയും പറയുന്നുണ്ട്. അതായത് എല്ലാവരും ടെൻഷനാണ്. കൃത്യമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആഗ്രഹം നടക്കുമോ എന്നുള്ളത് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, സമാനമായിട്ട് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് ജുഡീഷ്യറിയിൽ പോലും നമുക്ക് വിശ്വാസം അർപ്പിക്കാമോ എന്ന് സംശയിക്കുമാറാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും കാലുമാറിയവരുണ്ട്, ആദ്യം സംസാരിച്ചവർ. പിന്നെ അന്ന് പൾസർ സുനിക്കൊക്കെ ഒരു പരോള് കൊടുക്കുമ്പം ഞാൻ ആദ്യം ആശങ്കപ്പെട്ടിരുന്നത് ആ കുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലാവുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം ഉണ്ടായിരുന്നത്. ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത്. കുറ്റാരോപിതരായ പ്രധാനപ്പെട്ടവരാരെങ്കിലും ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സംരക്ഷണം നൽകണമെന്ന് ഇനിയും ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തായാലും കേസ് ഇവിടെ അവസാനിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏത് വശത്തുനിന്നാണെങ്കിലും മുന്നോട്ട് അപ്പീൽ പോകുക തന്നെ ചെയ്യും എന്നുള്ളത് സംശയമൊന്നുമില്ല. ശ്രദ്ധിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾക്ക് ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്. പീറ്റർ തോമസ് ഇടപെട്ടതുകൊണ്ട് ഹേമ കമ്മീഷൻ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുകയും ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് കലാകാരികൾ, ഒരുപാട് മിടുക്കരായിട്ടുള്ളവരാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. അവരെ ഇല്ലാതാക്കി തീർക്കാനായിട്ട് ഇതുപോലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ദുഃഖങ്ങൾ പറയാനായിട്ട് ഒരു വേദി ഉണ്ടായി. അത് രഹസ്യ സ്വഭാവത്തിലൂടെയാണെങ്കിലും ഒരു വേദി ഉണ്ടായി എന്നുള്ളത് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല എന്ന് പറഞ്ഞ് ഞാൻ PT മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊന്നും പറയുന്നില്ല. PT-യുടെ രീതി അതാണ് എന്നുള്ളത് കൊണ്ട് PT എന്നും സത്യസന്ധമായിട്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണെന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, PT-ക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സത്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.